എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു ഈവനിങ് കാഴ്ച കണ്ടാലോ? ഇന്ന് വീട്ടിൽ നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു ഫാമിലി കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഓപ്പോസിറ്റ് ക്വാർട്ടറിലെ ഫാമിലി ലീവിന് പോയിരിക്കുകയാണെന്ന്. അവരിന്ന് എത്തും, ഒരു കർണാടകക്കാരാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്കായിരുന്നു ഫുള്ള് ടെൻഷൻ. വരുമ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, കാര്യം അവർ നോൺ വെജ് കഴിക്കാറില്ല. എനിക്കാണെങ്കിൽ അവരെ പോലെ ദാലും സബ്ജിയും ഒന്നും ആക്കാൻ അറിയില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ കരുതി നമ്മൾ അപ്പവും വെജ് സ്റ്റൂവും ആക്കാൻ, കൂടെ കുറച്ച് ചപ്പാത്തി. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് ഞാൻ. മാവൊക്കെ ഞാൻ നേരത്തെ പുളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റൂവിനുള്ളത് അണ്ടിപ്പരിപ്പും എല്ലാം വെള്ളത്തിയിട്ട് വെച്ച് തേങ്ങാപ്പാലും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റൂവിന് ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അത് വെന്ത് വന്നപ്പോൾ ഞാനത് നല്ലോണം ഉടച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലില്ലേ, പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് ഗരം മസാലയും കുരുമുളകും കൂടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. ആ ടൈം കൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് പേസ്റ്റാക്കി അതും കൂടി ഇട്ടാൽ കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും വരും, നല്ലതുപോലെ കുറുകയും ചെയ്യും കേട്ടോ. ഞാൻ അരച്ച പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കറി തിളച്ച് വന്നപ്പോഴത്തേക്കും കറി സെറ്റായി. അതങ്ങോട്ട് അടച്ച് വെച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ വെച്ചൊരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് സെറ്റാവാന്ന്. അങ്ങനെ കോഫിക്കുള്ള പാലൊക്കെ വെച്ച് കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞാൻ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും നടക്കാൻ വേണ്ടി ഇറങ്ങും കേട്ടോ. ഇവിടെ ഈ സൈഡിലൊക്കെ ആനയും കാണാൻ പറ്റും, പക്ഷേ ഇന്ന് ആന എന്തോ കണ്ടില്ല. നടന്ന് വന്നതിന് ശേഷം ഞാൻ 7 മണിയായി. അപ്പോഴത്തേക്കും തന്നെ നേരെ ചപ്പാത്തി ആക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ആക്കുന്ന കേട്ടോ ചപ്പാത്തി, ഇതാ എനിക്ക് എളുപ്പം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ ചപ്പാത്തി എനിക്ക് എളുപ്പമാക്കാനും പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ജനൽ വഴി. ആന വന്ന് നീക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. കാര്യം ഫുഡിൻ്റെ മണം പിടിച്ച് ചിലപ്പോൾ ആശാനിങ് ഓടി വരും. പിന്നെ ആക്കിയ ചപ്പാത്തിയിൽ നല്ല നാടൻ നെയ്യൊക്കെ ചേർത്ത് അതൊക്കെ അടച്ച് മാറ്റി വെച്ചു. മാവ് പുളിച്ചോ എന്ന് നോക്കി ഒന്ന് ഇളക്കി വെച്ചിട്ടോ. അവർ വന്നതിന് ശേഷം ചൂടോടുകൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. നല്ല അപ്പത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. എന്നിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ സാലഡ് കട്ട് ചെയ്യാമെന്ന് കരുതി. കുക്കുംബർ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇങ്ങനെ ഉരച്ചാലേ കയ്പ്പ് വരില്ല എന്ന് പറയും കേട്ടോ. നേരത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടിയ ടിപ്പാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ അതിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നു. സാലഡൊക്കെ കട്ട് ചെയ്തിട്ട് ഉപ്പും നാരങ്ങ നീരും ഒക്കെ ചേർത്ത് ബൗളിലാക്കി മാറ്റി വെച്ചു. എന്നിട്ട് കിടന്ന പാത്രങ്ങളൊക്കെ കൈയോടെ കഴുകി അവിടെ അങ്ങ് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ എളുപ്പം പെട്ടെന്ന് പണി തീരും കേട്ടോ. അങ്ങനെ ചെയ്താൽ കൈയോടെ എല്ലാം ചെയ്ത് പോയാൽ. അപ്പോഴേക്കും അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചൂടോടുകൂടി അവർക്കുള്ള അപ്പമൊക്കെ ചുട്ട് കൊടുത്തു. കൂടെ ഒരു മാങ്ങയും കട്ട് ചെയ്തൊക്കെ വെച്ച് കൊടുത്തു. അതൊക്കെ കൂട്ടി അവർ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അവർക്ക് നമ്മുടെ അപ്പമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചപ്പാത്തിയേക്കാൾ. അങ്ങനെ അവർ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോയിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിള്ളേരെല്ലാവരും കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.